വിതൗട്ട് ഡൗട്ട് ഇറ്റ് ഈസ് സെയിൻറ്റ് ജോസഫ്. യൗസേ പിതാവാണ്. യൗസേ പിതാവിനുള്ള ലുത്തീനയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ലൈറ്റ് ഓഫ് പേട്രിയാർക്സ് എന്നാണ്. പിതാക്കന്മാരുടെ പ്രകാശമേ, ലോകത്തിന് പ്രകാശത്തെ സമ്മാനിച്ചവനെ നമ്മൾ പിതാക്കന്മാരുടെ പ്രകാശമേ എന്ന് വിളിച്ച് മാധ്യസ്ഥ്യം തേടുകയാണ്. ഈശോയോട്, മറിയത്തോട്, അതിനുശേഷം പിശാചിന് ഏറ്റവും ശത്രുതയുള്ളത് യൗസേപ്പിനോടാണ്. യൗസേപ്പിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പിശാചിനെ തകർക്കാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നുണ്ട്. കാരണം പിശാചിന്റെ പേടി സ്വപ്നമാണ് യൗസേപ്പ്, സാത്താന്റെ ഭയമാണ് യൗസേപ്പ്. പ്രകാശത്തെ വഹിച്ച യൗസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേ പിതാവിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന ധ്യാനത്തിൻ്റെ, യൗസേ പിതാവിനോട് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ, ഈ കോൺസക്രേഷൻ്റെ 10ാമത്തെ ദിവസം. ലുത്തീനിയ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കാര്യം ഓർക്കണം. ഓരോ ദിവസത്തെയും നമ്മുടെ ഈ ചെറിയ വിചിന്തനത്തോട് ചേർന്ന് പ്രതിഷ്ഠാജപം ചൊല്ലി പ്രാർത്ഥിക്കാനും ഓർക്കണം. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, പ്രതിഷ്ഠാജപത്തിൻ്റെ ഒരു റൈറ്റപ്പ് പോലെ ആക്കി തരാമോ ഞങ്ങൾക്ക് നോക്കി പ്രാർത്ഥിക്കാൻ. അത് ഈ ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നോ നാളെയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റായും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നതും ആയിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതും നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്കായി തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയമല്ലേ, കുട്ടികൾക്കൊക്കെ അത് ഇംഗ്ലീഷിൽ ചൊല്ലാൻ സാധിക്കട്ടെ. ഇംഗ്ലീഷ് മാത്രം ഫോളോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മലയാളത്തിലും ആ പ്രാർത്ഥന നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ 10ാം നാൾ നമ്മൾ പ്രത്യേകമായി യൗസേ പിതാവിനെ പേട്രിയാർക്കായിട്ട്, പിതാവായിട്ട് മനസ്സിലാക്കുകയാണ്. പേട്രിയാർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവ് എന്നാണ്. പേട്രിയാർക്ക് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പാത്രിയാർക്കീസുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? ഈ പാത്രിയാർക്കീസുമാർ സഭയുടെ പിതാക്കന്മാർ. പിതാവ് എന്നുള്ളതാണ് പേട്രിയാർക്ക്. അതുകൊണ്ടാണ് നമ്മൾ പൂർവ്വ പിതാക്കന്മാരെ പേട്രിയാർക്ക് എന്ന് വിളിക്കുന്നത്. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ദേ ആർ പേട്രിയാർക്സ് ഓഫ് ജുഡയിസം. ഇസ്രായേലിൻ്റെ പേട്രിയാർക്സ് ആണ് അവർ. ഇപ്പോൾ യൗസേ പിതാവിനെ ഇന്ന് നമ്മൾ പിതാവായി, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പ്രകാശമായി വന്ന കർത്താവിൻ്റെ, ഈശോയുടെ പിതാവായി. അപ്പോൾ യൗസേപ്പാരായി പ്രകാശത്തിൻ്റെ പിതാവാവുകയാണ്, ലൈറ്റ് ബെയറാവുകയാണ്, പ്രകാശവാഹകനായിട്ട് യൗസേപ്പ് മാറുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ധ്യാനിച്ചു പോകും. ഇന്ന് പ്രത്യേകമായി നമുക്ക് എല്ലാ അപ്പന്മാരെയും ഒരിക്കൽ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. പേട്രിയാർക്സ്, പിതാവിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ എല്ലാ പിതാക്കന്മാരെ, പിതൃത്വം ജീവിക്കുമ്പോൾ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന, ഒപ്പം അത് ഇഫക്റ്റീവായി ജീവിക്കാൻ പറ്റാതെ പോകുന്ന, പരിമിതികളുള്ള, പിതൃത്വത്താലെ മുറിവേറ്റ, അങ്ങനെ പല വിധത്തിൽ എല്ലാ പിതാക്കന്മാരെയും, പിതാക്കന്മാരോട് സ്നേഹമുള്ള എല്ലാ മക്കളും അപ്പന്മാരെ ഈ ദിവസം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. യൗസേപ്പ് സ്വർഗീയ അപ്പായുടെ, സ്വർഗത്തിലെ പിതാവിൻ്റെ റിഫ്ലക്ഷനാണ്, പ്രതിഫലനമാണ് യൗസേ പിതാവ്. ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് പേട്രിയാർക്കാണ്, പിതാവാണ് യൗസേ പിതാവ്. പഴയ നിയമത്തിൽ നമുക്ക് പേട്രിയാർക്സ് ഉണ്ട്, ഏറെ പിതാക്കന്മാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പഴയ നിയമത്തിൽ ഏറെ കാണുന്നുണ്ട്. അവരൊക്കെ വിളിക്കപ്പെട്ടത് പിതാവായ ദൈവത്തെ അവരിലൂടെ പ്രതിഫലിപ്പിക്കാനായിട്ടാണ് അവരൊക്കെ വിളിക്കപ്പെട്ടത്. പക്ഷെ അവരൊക്കെ അതിൻ്റെ നിഴലായിരുന്നു. അത് ഏറ്റവും നന്നായിട്ട് വെളിപ്പെട്ടത് സംശയലേശമന്യേ യൗസേപ്പിൽ. ഈശോ തമ്പുരാൻ കഴിഞ്ഞാൽ ഈശോയിൽ പിതാവിൻ്റെ പിതൃത്വം വെളിപ്പെടുന്നുണ്ട്. അതാണ് ഈശോ പറയുന്നത്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ഈശോയിലാണ് പിതാവ് ഏറ്റവും അധികം നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. പിന്നെ പിതാവ് പ്രതിഫലിക്കുന്നത് യൗസേപ്പിൽ. അങ്ങനെ യൗസേപ്പിനെ നമുക്ക് മനസ്സിലാക്കാം. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ഫാദേഴ്സ്. ഈശോ ഉണ്ട് തീർച്ചയായിട്ടും അവിടെ. ഞാനിതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഉടനെ കൺഫ്യൂസ്ഡ് ആകണ്ട. ഈശോ അവിടെ ഉണ്ട്. നമ്മൾ എർത്തിലി, ഭൂമിയിൽ ജനിച്ചു വളർന്ന മനുഷ്യരെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈശോ കർത്താവും ദൈവവുമാണ്. ഈശോയെ നമ്മളോട് വെക്കുകയാണ്. ഗ്രേറ്റസ്റ്റ്, മനുഷ്യരിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ഫാദേഴ്സ്, വിതൗട്ട് ഡൗട്ട് ഇറ്റ് ഈസ് സെയിൻറ്റ് ജോസഫ്. യൗസേ പിതാവാണ് ഏറ്റവും വലിയ പിതാക്കന്മാരിൽ ഏറ്റവും വലിയവനെന്ന് തിരിച്ചറിയണം. ബ്ലസ്സഡ് വില്യം ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്.
പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ തലമുറകളുടെ തുടർച്ച കാണും. അപ്പം ഈ തലമുറകളുടെ തുടർച്ചകളിലൂടെ പിതാവായ ദൈവം തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, യാക്കോബിൻ്റെ ഗോവണിയില്ലേ, നമുക്കറിയാം ലാഡർ ഓഫ് ജേക്കബ്, യാക്കോബിൻ്റെ ഗോവണി. അപ്പോൾ യാക്കോബിൻ്റെ ഗോവണിയെക്കുറിച്ച് ഈ ബ്ലസ്സഡ് വില്യം ജോസഫ് പറയുന്നത് ഓരോ പടിയും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളാണ്, ഓരോ പിതാക്കന്മാരാണ്. അവരിലൂടെ ഇതിൻ്റെ അൾട്ടിമേറ്റ് എൻഡിൽ നമ്മൾ ആരെ കാണുന്നു? സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനെ നമ്മൾ ഈ ഗോവണിയുടെ മുകളിൽ നമ്മൾ ദർശിക്കും. അങ്ങോട്ടാണ് ഈ ഗോവണി, പഴയ നിയമം നയിക്കുന്നത് മിശിഹായിലേക്കാണെന്ന് തന്നെ അർത്ഥം. അപ്പോൾ ആ ഗോവണിയിൽ അപ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? അബ്രാഹം വരും. അബ്രാഹത്തിൻ്റെ വിശ്വാസം നമുക്ക് പാഠമാണ്, നമുക്കൊരു ചുവട് മുകളിലേക്ക് വെക്കാൻ നമ്മളെ സഹായിക്കും. അബ്രാഹത്തിൻ്റെ വിശ്വാസം, ഇസഹാക്കിൻ്റെ അനുസരണം, ദാവീദിൻ്റെ ധൈര്യം, സോളമൻ്റെ ജ്ഞാനം, ഇതെല്ലാം വരും. ഇതെല്ലാം ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കർത്താവാണ് അൾട്ടിമേറ്റ്, ഏറ്റവും മുകളിൽ ഈശോ നിൽപ്പുണ്ട്. അതിന് തൊട്ട് താഴെയുള്ളൊരു പടി, നമ്മൾ ചവിട്ടുന്ന പടി, നമ്മൾ കയറുന്ന പടി ആരാണത്? യൗസേപ്പ്. കാരണം അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കാൾ ഉപരിയായ വിശ്വാസം യൗസേപ്പ് ജീവിച്ചു. ഇസഹാക്കിൻ്റെ അനുസരണത്തെക്കാൾ ഉപരിയായ അനുസരണം ആര് ജീവിച്ചു? യൗസേപ്പ് ജീവിച്ചു. ദാവീദിൻ്റെ ധൈര്യത്തെക്കാൾ ഉപരിയായ ധൈര്യം യൗസേപ്പ് വെളിപ്പെടുത്തി. സോളമൻ്റെ ജ്ഞാനത്തെക്കാൾ ജ്ഞാനം കൊണ്ട് പിതാവായ ദൈവം യൗസേപ്പിനെ നിറച്ചു. അപ്പം അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പടിയിലാണ് യൗസേപ്പ് എന്ന് തിരിച്ചറിയണേ. നമ്മളിങ്ങനെ യൗസേപ്പിനെ മനസ്സിലാക്കി പോകുമ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് മനസ്സിലാക്കണം. യൗസേപ്പിനെ ഇപ്പം നമ്മൾ പിതാവായിട്ട് മനസ്സിലാക്കി. ഇനി ഇപ്പുറത്ത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈശോ പ്രകാശമാണ്. ഹീ ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈശോ പ്രകാശമാണ്. അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ നമ്മൾ ഇതൊന്ന് ചിന്തിച്ച്. ഈശോ പ്രകാശമാണ്. ആദിയിൽ ദൈവം പ്രകാശം സൃഷ്ടിച്ചു, പ്രകാശത്തിൽ സൃഷ്ടികർമ്മം നടന്നു. അതുപോലെ നവസൃഷ്ടിയുടെ പുതിയ നിയമത്തിൽ പ്രകാശം ഈശോ വരുന്നു. ഈശോയിൽ എല്ലാം വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു, എല്ലാം നവീകരിക്കപ്പെടുന്നു. ആ പ്രകാശത്തെ വഹിച്ചവനാണ്, ആ പ്രകാശത്തെ തോളിൽ വഹിച്ചവനാണ് ആര്? യൗസേപ്പിതാവ്. അതുകൊണ്ടാണ് യൗസേപ്പിതാവിനെ ലൈറ്റ് ബെയറർ, പ്രകാശവാഹകൻ എന്ന് വിളിക്കുന്നത്. ഈശോ, ഈ പ്രകാശം എന്ന കൺസെപ്റ്റ് പ്രധാനപ്പെട്ടതാണ്. ഈശോ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞവൻ പിന്നീട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഏറ്റെടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തെസ്സലോനിക്കാർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാശത്തിൻ്റെ മക്കളെന്ന് വിശേഷിപ്പിക്കുന്നത്. എഫേസ്യോസ് ലേഖനം 5-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്കുകളിൽ പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ വ്യാപരിക്കുവനെന്ന് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രകാശം ധരിക്കുവാൻ, പ്രകാശത്തിലായിരിക്കുവാൻ യൗസേപ്പിതാവ് നമ്മെ സഹായിക്കും. യൗസേപ്പിതാവിനുള്ള ലുത്തീനയിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ലൈറ്റ് ഓഫ് പേട്രിയാർക്സ് എന്നാണ്. പിതാക്കന്മാരുടെ പ്രകാശമേ, ഏറ്റവും വലിയ പിതാവേ, പിതാക്കന്മാരുടെ പ്രകാശമായവനെ. കാരണം ലോകത്തിന് പ്രകാശത്തെ സമ്മാനിച്ചവനെ നമ്മൾ പിതാക്കന്മാരുടെ പ്രകാശമേ എന്ന് വിളിച്ച് മാധ്യസ്ഥ്യം തേടുകയാണ്. നമുക്കൊരു കാര്യം അറിയാം, ഈ ലൈറ്റ് ബെയറർ എന്നർത്ഥം വരുന്ന വേറൊരു വാക്കുണ്ട്. അത് പിശാചിനെ വിളിക്കുന്ന വാക്ക് ലൂസിഫർ അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിശാചിന് വെറുപ്പാണ് യൗസേപ്പിനോട്. ലൂസിഫറിൻ്റെ പ്രകാശം കെട്ടുപോയി. കാരണം എന്താണ്? അനുസരണക്കേടിനാൽ, അഹങ്കാരത്താൽ പ്രകാശം കെട്ടുപോയവന് പ്രകാശമായവനോട്, പ്രകാശത്തെ വഹിക്കുന്നവനോട് ശത്രുതയുണ്ട്. ഈശോയോട്, മറിയത്തോട്, അതിനുശേഷം പിശാചിന് ഏറ്റവും ശത്രുതയുള്ളത് യൗസേപ്പിനോടാണ്. യൗസേപ്പിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പിശാചിനെ തകർക്കാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർക്കാൻ നമുക്ക് ശക്തി ലഭിക്കുന്നുണ്ട്. കാരണം പിശാചിൻ്റെ പേടി സ്വപ്നമാണ് യൗസേപ്പ്, സാത്താൻ്റെ ഭയമാണ് യൗസേപ്പ്. പ്രകാശത്തെ വഹിച്ച യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകാശം വഹിച്ചവനെ, പിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ പ്രകാശം പകരണമേ. തിരുക്കുമാരൻ്റെ പ്രകാശത്തെ യൗസേപ്പേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് നീ എത്തിക്കണമേ. ഈജിപ്തിൽ നിന്ന് പ്രകാശത്തെ തോളിലെടുത്തു കൊണ്ടുവന്നവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ പ്രകാശത്തെ വഹിച്ച് കൊണ്ടുവരണമേ എന്ന് യൗസേപ്പിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ പിതാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാക്കന്മാർക്ക് യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥ്യം അധികമായി ലഭിക്കാൻ അവരെ ഓർക്കാം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്,
സെയിൻറ്റ് ജോസഫിനെ എല്ലാ പിതാക്കന്മാരും മോഡലായി എടുക്കണമെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു. ഇതിൻ്റെ കാരണം പറയുന്നത്, യൗസേപ്പ് പിതാവ് വിൽ ടീച്ച് ദം മീനിങ് ഓഫ് ദെയർ ഓൺ ഫാദർഹുഡ്. അവരുടെ പിതൃത്വത്തിൻ്റെ അർത്ഥം എന്താണെന്ന് യൗസേപ്പ് പിതാവ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. നമുക്ക് ഈ വിചാരങ്ങളോടെ ഇന്നത്തെ പ്രതിഷ്ഠാജപം ചൊല്ലി പ്രാർത്ഥിക്കാം. ലുത്തേനിയ ചൊല്ലി പ്രാർത്ഥിക്കാൻ മറക്കരുത്. നമുക്കൊരുമിച്ച് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.